ഷുക്കൂർ, മധ്യ കേരളത്തിലെ പ്രധാനമായുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിമത ശല്യം എത്രത്തോളം രൂക്ഷമാണ്? മുന്നണികൾക്ക് തലവേദനയാകുന്ന ഡിവിഷനുകളും വാർഡുകൾക്കും ഏതൊക്കെയാണ്? ഒപ്പം ഈ കടമക്കുടിയിലെ സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അവിടെ പത്രിക തള്ളി UDF-ന് വലിയൊരു തലവേദനയാകുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഒരു സമഗ്രമായ വിവരങ്ങൾ മധ്യ കേരളത്തിൽ നിന്ന് എങ്ങനെയാണ്? ജീന, മധ്യ കേരളത്തിൽ UDF-ന് ഏറ്റവും വലിയ തിരിച്ചടി കടമക്കുടി, എറണാകുളം ജില്ലയിലെ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച LC ജോർജിന്റെ പത്രിക തള്ളി. പിന്നീട് അവർ കോടതിയെ ഇന്നിപ്പോൾ സമീപിച്ചിട്ടുണ്ട്. നാളെയാണ് ഹൈക്കോടതി ഇവരുടെ ഹർജിയിൽ വാദം കേൾക്കുന്നത്. മറ്റൊന്ന്, അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF-ന് ഒരു വിമതനുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് ഡിവിഷനുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി UDF-ന് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, കൊച്ചി കോർപ്പറേഷനിൽ UDF-ന് മാത്രം 12 വിമതർ മത്സരിക്കുന്നു. ഒപ്പം തന്നെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി മിനിമോൾ അടക്കമുള്ളവർക്ക് വിമതരുണ്ട് എന്നുള്ളതാണ് UDF കൊച്ചി കോർപ്പറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ BJP-യുടെ മുതിർന്ന നേതാവും 30 വർഷത്തോളം കൗൺസിലറുമായിരുന്ന ശ്യാമള S. പ്രഭു പശ്ചിമ കൊച്ചിയിലെ ചെറളായി ഡിവിഷനിൽ BJP-ക്ക് വിമതയായി മത്സരിക്കുമെന്നു BJP-ക്ക് വിമതയായി രംഗത്തുണ്ട് എന്നുള്ളതാണ് BJP നേരിടുന്ന ഒരു വെല്ലുവിളി. മുൻ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ജയപ്രസാദ് കൂടി കൊച്ചിയിൽ വിമതനായി മത്സരിക്കുന്നു. ആലുവ നഗരസഭയിൽ 7 വിമതർ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. മറ്റൊരു വെല്ലുവിളി, മുൻ നഗരസഭാ അധ്യക്ഷ ലിസി എബ്രഹാം കൂടി UDF-ന് വിമതയായി ആലുവയിൽ രംഗത്തുണ്ട്. ആലപ്പുഴ പുന്നപ്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിന് ഒരു വിമതനുണ്ട്. ഒപ്പം തന്നെ രാമങ്കരി പഞ്ചായത്തിൽ 6 വാർഡുകളിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ് CPM-ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റൊന്ന്, കോട്ടയം നഗരസഭയിൽ മാത്രം കോൺഗ്രസിന് 9 വിമതരുണ്ട്. കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി ബാസിനെതിരെ പ്രേം ജോസ് കൂരമറ്റം മത്സരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി. എരുമേലി പഞ്ചായത്തിൽ 3 വാർഡിൽ UDF-ന് വിമതരുണ്ട്. മുണ്ടക്കയം പഞ്ചായത്തിൽ കേരള കോൺഗ്രസിനെതിരെ CPM വിമതൻ മത്സരിക്കുക എന്നുള്ളതും കോട്ടയത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മറ്റൊന്ന്, ഏറ്റുമാനൂർ നഗരസഭയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ V. വിജയപ്രകാശിനെതിരെ വിമതനായി ഒരു CPM പ്രവർത്തകൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ കോർപ്പറേഷനിൽ 10ഇടത്താണ് UDF-ന് വിമതരുള്ളത്. LDF-ന് 4ഇടത്ത് തൃശൂർ കോർപ്പറേഷനിൽ വിമതരുണ്ട്. BJP-ക്കും ഒരു വിമതരുണ്ട്. BJP-ക്ക് വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന വടൂക്കര സീറ്റിലാണ് BJP-ക്ക് തൃശൂർ കോർപ്പറേഷനിൽ വിമതനുള്ളത്. മറ്റൊന്ന്, നിരവധി പഞ്ചായത്തുകളിലും തൃശൂരിൽ കോൺഗ്രസിന് വിമതർ മത്സരിക്കുന്നു. പ്രത്യേകിച്ച് UDF-ന്റെ മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരിയുടെ വാർഡായ കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ഒരു വിമതൻ മത്സരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇടുക്കിയിലും ഒപ്പം തന്നെ കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ശരി.